തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വ്യാപരിച്ച് എളിമയെന്ന വലിയ പുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സിലുള്ള ജീവിതത്തിലുള്ള അഹങ്കാരത്തിൻ്റെ വേരുകളെ പിഴുതുമാറ്റി യേശുക്രിസ്തുവിൽ നിറഞ്ഞിരുന്ന എളിമയും വിനയവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓ ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിച്ച് വലിയ എളിമയെന്ന പുണ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് ചൊരിയണമേ. എല്ലാവർക്കും ചേർന്ന് വലിയ ആഗ്രഹത്തോടും ദാഹത്തോടും കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. യേശുവിൽ നിറഞ്ഞ ആത്മാവേ, യേശുവിൻ ചൈതന്യമേ ഞങ്ങളിലേക്ക് നിറയണമേ. വന്നു നിറഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നമ്മുടെ കരങ്ങൾ യാചനാരൂപത്തിൽ വിടർത്തി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അഹങ്കാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് നിറയണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അഹങ്കാരത്തിന്റെ വേരുകളെ പിഴുതു മാറ്റി എളിമയുടെ അഭിഷേകം ഞങ്ങളിലേക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ സകല മക്കളിലേക്കും എളിമയെന്ന പുണ്യം ഉണ്ടാകട്ടെ, ക്ഷമയെന്ന ദാനം ഉണ്ടാകട്ടെ, വിനയമെന്ന വലിയ പരിശുദ്ധാത്മ അഭിഷേകം എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ വലിയ പരിശുദ്ധാത്മ അഭിഷേകം ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ധ്യാനിക്കുന്നത് പഴയ നിയമത്തിലെ ഒബാദ്യ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ താഴ്ചയുടെ ഒരു കാരണം, തകർച്ചയുടെ ഒരു കാരണം നമ്മുടെ അഹങ്കാരമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം പരിചാക്കുന്നു. അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം പരിചാക്കുന്നു. പുതിയ നിയമത്തിൽ അഹങ്കരിച്ച്
അടിയേ തകർക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ചരിത്രമുണ്ട്. നടപടി പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. അവിടെ ഹെറോദേസ് എന്നു പേരുള്ള ഒരു രാജാവിനെ കുറിച്ചാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ദിവസം ഹെറോദേസ് മഹാരാജാവ് തൻ്റെ ജനത്തെയെല്ലാം വിളിച്ചുകൂട്ടി തൻ്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹം സിംഹാസനത്തിൽ ആരൂഢനായി. അതിനുശേഷം അദ്ദേഹം ജനത്തോട് സംസാരിച്ചു. ജനത്തോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ജനം ഇപ്രകാരം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതൊരു മനുഷ്യൻ്റെ സ്വരമല്ല, ഇതൊരു ദേവൻ്റെ സ്വരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ഉടൻ തന്നെ കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. ഉടൻ തന്നെ കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. അവൻ അവിടെ വീണു. തുടർന്ന് ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. എന്തെന്നാൽ അവൻ കർത്താവിന് മഹത്വം നൽകിയില്ല. എന്തെന്നാൽ അവൻ കർത്താവിന് മഹത്വം നൽകിയില്ല. കർത്താവിന് മഹത്വം നൽകാത്തത് കൊണ്ട് അവൻ പുഴുക്കൾക്കിരയായി അന്ത്യശ്വാസം വലിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം കുടുംബങ്ങളുടെ തകർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട കാരണം ഈ അഹങ്കാരമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ സ്വന്തം കഴിവിലും സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം സൗന്ദര്യത്തിലും സ്വന്തം സമ്പത്തിലും അഹങ്കരിക്കുന്നവരെല്ലാം അടിയേ താഴേക്ക് പോകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ പരിശുദ്ധാമ്മ ഇപ്രകാരം പറയുന്നുണ്ട്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാമ്മ ഇപ്രകാരം പറയുന്നു, അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിചാരത്തിൽ പോലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷെ നമ്മുടെ പങ്കാളിയെക്കുറിച്ചായിരിക്കാം, മക്കളെക്കുറിച്ചായിരിക്കാം, നമ്മുടെ ജോലിക്കാര്യത്തെക്കുറിച്ചായിരിക്കാം. ഹൃദയ വിചാരത്തിൽ പോലും അഹങ്കരിക്കരുത്, ചിതറിക്കപ്പെടും എന്നാണ് പരിശുദ്ധാമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും പരിശുദ്ധാമ്മ പറയുകയാണ്, 52-ാമത്തെ വാക്യം, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ അവിടുന്ന് ഉയർത്തി. എത്ര ശക്തിയുള്ള വ്യക്തികളാണെങ്കിലും അഹങ്കരിച്ചാൽ ദൈവം സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടും. ലോക ചരിത്രം നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു യാഥാർത്ഥ്യമാണത്. അനേകം വ്യക്തികൾ അഹങ്കരിച്ച് സിംഹാസനത്തിലിരുന്ന വ്യക്തികളാണെങ്കിലും അവസാനം മറിഞ്ഞ് താഴേക്ക് പോയതിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിചാരത്തിൽ പോലും അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കോരിന്തോസിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ സ്വയം പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഈ വചനം നമ്മോട് തന്നെ പറയുന്നത് ഒത്തിരി നല്ലതാണ്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ആവർത്തിച്ച് ഈ ദൈവവചനം നമ്മോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിൻ്റെ കെട്ടുകളെ കർത്താവ് പൊട്ടിച്ച് നമ്മളെ വിടുവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മറക്കരുത്, അഹങ്കാരമാണ് ആദ്യ മാതാപിതാക്കന്മാരെ അടിയെ തകർത്തത്. അവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പാപം അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അനുസരണക്കേടാണ്. ഈ ഒരു അഹങ്കാരത്തിൻ്റെ ചിന്തകളും അഹങ്കാരത്തിൻ്റെ വാക്കുകളും നമ്മളിൽ വന്നാൽ വലിയ തകർച്ചയ്ക്ക് അത് നമ്മളെ കാരണപാത്രമാക്കി തീർക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ഒരു കാര്യം കൂടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദിവസം. അതിപ്രകാരമാണ് നമ്മുടെ വാക്കുകളിൽ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 2-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനത്തിലൂടെ ദൈവം ഈ കാര്യം നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വചനം ഇപ്രകാരം പറയുന്നു, അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. എത്രയോ പ്രാവശ്യമാണ് നമ്മൾ അഹങ്കാരത്തോടെ സംസാരിച്ചത്. നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് എത്രയോ പ്രാവശ്യമാണ് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ വന്നത്. വചനം പറയുന്നു, അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ്
പുറപ്പെടാതിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനേക കാലങ്ങളിൽ അഹങ്കാരത്തോടെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഹൃദയവിചാരത്തിൽ ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ട്. പലപ്പോഴും നിനക്ക് നൽകേണ്ട മഹത്വം നിനക്ക് നൽകാതെ ഞങ്ങളിതെല്ലാം സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് തരേണ്ട സ്ഥാനം നിനക്ക് തരാതെ പലപ്പോഴും ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കുകയും പരിത്യജിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ പാപം അങ്ങ് ക്ഷമിച്ച് അങ്ങയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാനും അങ്ങയിൽ അഭിമാനിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുവാനും അഹങ്കാരത്തിന്റെ കെട്ടുകൾ പൊട്ടി എളിമയെന്ന വലിയ പുണ്യം നമ്മളിലേക്ക് നിറയപ്പെടാനും നമുക്ക് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ജീവനോടെ പ്രാർത്ഥിക്കട്ടെ, ജ്വലനത്തോടെ പ്രാർത്ഥിക്കട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. എളിമയുടെ വലിയ അഭിഷേകം, കൃപ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നിറയട്ടെ. സകല അഹങ്കാരത്തിന്റെ ചിന്തകളും മാറി കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രം അഭിമാനിക്കുവാനുള്ള വലിയൊരു അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം എല്ലാ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. വലിയ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, പലപ്പോഴും എന്റെ കഴിവിൽ ഞാൻ അഭിമാനിച്ചിട്ടുണ്ട് യേശുവേ, അഹങ്കരിച്ചിട്ടുണ്ട് യേശുവേ. മറ്റുള്ളവരെ ഞാൻ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട് എന്റെ യേശുവേ. എന്നോട് പൊറുക്കണമേ എന്റെ കർത്താവേ. യേശുവേ, എളിമപ്പെടുക. എല്ലാവരും എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. എളിമയോടുകൂടി പ്രാർത്ഥിക്കുക. എളിമയോടുകൂടി കരഞ്ഞു പ്രാർത്ഥിക്കുക. യേശുവേ, ക്ഷമിക്കണമേ കർത്താവേ. സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു, സമ്പത്തിൽ അഹങ്കരിച്ചു, സ്ഥാനമാനത്തിൽ അഹങ്കരിച്ചു, ജോലിയിൽ അഹങ്കരിച്ചു. യേശുവേ കർത്താവേ, ക്ഷമിക്കണമേ. കർത്താവേ, എളിമപ്പെടാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, എന്റെ യേശുവേ, എന്റെ ദൈവമേ, എന്നോട് പൊറുക്കണമേ എന്റെ യേശുവേ. കരങ്ങൾ ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 നിന്റെ ശക്തി ഞങ്ങളിലേക്ക് വർഷിച്ച് അഹങ്കാരത്തിന്റെ കെട്ടുകൾ അങ്ങ് പൊട്ടിക്കണമേ. അഹങ്കാരം നിറഞ്ഞ സംസാര രീതികൾ ഞങ്ങളുടെ നാവിൽ നിന്ന് അങ്ങ് തൂത്തു മാറ്റണമേ. എളിമയുടെ സംസാര രീതി തന്ന് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അഹങ്കാരത്തിന്റെ കെട്ടുകൾ പൊട്ടി എളിമയുടെ അഭിഷേകം ഞങ്ങളിലേക്ക് നിറയട്ടെ, നിറയട്ടെ. അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ശക്തി നിറയട്ടെ, എളിമ നിറയട്ടെ. യേശുവേ, 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 യേശുവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എളിമയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. യേശുവേ, യേശുവേ, പരിശുദ്ധ അമ്മേ, പ്രിയപ്പെട്ട മാതാവേ, എളിമയെന്ന വലിയ പുണ്യം അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, മാറാനാഥ. ദിവ്യകാരുണ്യനാഥനായ യേശുക്രിസ്തു സാമ്പത്തികമായ തകർച്ച അനുഭവിക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കുന്നവനായ ദൈവമാകുന്നു. 92-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ തിരുലിഖിതം, അവിടുന്ന് നീതിമാന്മാരെ പന പോലെ വളർത്തുന്നു, ലെബനോനിലെ ദേവദാരു പോലെ അവിടുന്ന് അവരെ വളർത്തുന്നു. സാമ്പത്തികമായി വളരെയധികം തകർച്ചയും കടബാധ്യതയും അനുഭവിച്ചിരുന്ന, പ്രയാസം അനുഭവിച്ചിരുന്ന, സാമ്പത്തികമായി ക്ഷയിച്ചു വന്നിരുന്ന തോബിത്തിൻ്റെ കുടുംബത്തിൽ കൊച്ചു തോബിയാസ് ഭാരപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ
തോബിത്ത് തോബിയാസിനെ വിളിച്ച് പറയുന്നൊരു ഉപദേശം തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുലിഖിതത്തിൽ കാണാം. തോബിത്ത് കൊച്ചു തോബിയാസിനോട് പറയുകയാണ്, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവിടുന്ന് നമുക്ക് വലിയ സമ്പത്ത് നൽകും. പ്രൈസ് ദി ലോർഡ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാം വാക്യം, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ഈ നിമിഷങ്ങളിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഓരോ കുടുംബങ്ങളുടെയും സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള എല്ലാ നൊമ്പരങ്ങളും ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാതെ ക്ലേശിക്കുന്ന കുടുംബങ്ങളെ ഈ പ്രഭാതത്തിൽ തിരുക്കരങ്ങളിലേക്ക് എടുത്ത് സമർപ്പിക്കുന്നു. കടബാധ്യതയും ജപ്തിയും ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തി എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. സാമ്പത്തിക തകർച്ചകളിലേക്ക് പിതാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് പരാജയങ്ങൾ, തുടങ്ങിവെച്ച ഓരോ സംരംഭങ്ങളും പരാജയപ്പെട്ട് ലക്ഷോപലക്ഷം കടബാധ്യത വന്ന് മനോവേദനയോടിരിക്കുന്നവർ, മറ്റുള്ളവർ പണം വാങ്ങിച്ച് പണം തിരിച്ചു കിട്ടാതെ സാമ്പത്തികമായി ഒത്തിരി അധപതിച്ചു പോയവർ, പലിശ കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ കൊള്ളപ്പലിശകളുടെ പിടിയിൽ അമർന്നു പോയവർ, പലതരത്തിലുള്ള കൃഷിനാശങ്ങളുടെയും ഫാക്ടറി തകർച്ചകളുടെയും മറ്റ് പലതരത്തിലുള്ള അനർത്ഥങ്ങൾ വഴിയും സാമ്പത്തികമായി എല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ കിടക്കുന്ന ആ കുടുംബങ്ങളുടെ ദാരിദ്ര്യ വേദന, ഇതെല്ലാം ഈ പ്രഭാതത്തിൽ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു വിദ്യാഭ്യാസ ലോണിന് വേണ്ടി പരിശ്രമിച്ചിട്ട് ലോൺ ലഭിക്കാത്ത നിമിത്തം വിദ്യാഭ്യാസം മുടങ്ങി കിടക്കുന്ന ആ കുടുംബങ്ങളുടെ വേദന സമർപ്പിക്കുന്നു. വിവാഹം ഉറപ്പിച്ചു, വിവാഹം നടത്താൻ പണമില്ലാതെ നെട്ടോട്ടം ഓടുന്ന കുടുംബങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്ക നിമിത്തം വിവാഹം നടക്കാതിരിക്കുന്ന കുടുംബങ്ങളുടെ വേദന സമർപ്പിക്കുന്നു. പിതാവേ, ഈ നിമിഷങ്ങളിൽ കരങ്ങൾ നീട്ടി സാമ്പത്തിക ക്ലേശത്താൽ കണ്ണുനീരിൽ കിടക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പക്കലേക്ക് ഉയർത്തുക. ഈ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച അനേകായിരം കുടുംബങ്ങൾ സാമ്പത്തികമായ തകർച്ചയുടെ കെട്ടുകളിൽ നിന്ന്, കടബാധ്യതയുടെ കെട്ടുകളിൽ നിന്ന്, അധോഗതിയുടെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അഭിവൃദ്ധിയും സമൃദ്ധിയും പ്രാപിച്ച ചരിത്രങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് തന്നെ അച്ഛൻ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ഇന്ന് നിങ്ങൾ നിലവിളിക്കുമെങ്കിൽ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ അത്ഭുതം ഇന്ന് കുടുംബങ്ങളിൽ നടക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഈ നിമിഷം പിതാവിൻ്റെ ശക്തി കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി ദിവികാരുണ്യനാഥനെ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ദൈവമക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, പുത്രൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്ത് തുടങ്ങിയാലും എല്ലാം പരാജയപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തിക തകർച്ചയുടെ അധപതനത്തിന് കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ പരിശ്രമിച്ചാൽ എത്ര നോക്കിയാലും അധോഗതിയുടെ പിടി കിടക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അധോഗതിയുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ആ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റി വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരൻ ഈശോയിൽ ഇപ്പോൾ ഇടിമിന്നൽ പോലെ ശക്തി പുറപ്പെടട്ടെ. ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ. എത്ര പണം കിട്ടിയാലും 5 പൈസയുടെ മേൽഗതിയില്ലാതെ ക്ലേശിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അധോഗതിയുടെ എല്ലാ സ്വാധീനങ്ങളും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. വായ്പ വാങ്ങാനിടവരുകയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ.
ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും എന്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ എന്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. Hallelujah, Maranatha. എൻ്റെ പേര് ലൂസിയമ്മ. ഞാൻ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂർ എന്ന സ്ഥലത്ത് പൂക്കോട്ടുംപാടത്തുനിന്ന് വരുന്നു. എനിക്ക് 35 വർഷമായി ഭയങ്കര എലർജി ആയിരുന്നു. എലർജി എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ് പോലും അടിക്കാൻ മേല, തണുപ്പ് തീരെയും വയ്യ, തുമ്മി എനിക്ക് തീരെയും വയ്യെന്നാകും. അപ്പോൾ പൊടി വയ്യ. അങ്ങനെ ഞാൻ ധ്യാനത്തിന് ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ അട്ടപ്പാടിയിലോട്ടാണ് പോകുന്നത്, അവിടെ ഭയങ്കര തണുപ്പാണ്, നീ എന്നെയൊക്കെ നോക്കിക്കോണം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. ഇവിടെ വന്നേ പിന്നെ എനിക്ക് ഒരു തുമ്മൽ പോലും കർത്താവ് എന്നില്ല. പച്ചവെള്ളത്തിലൊക്കെ ഞാൻ കുളിച്ചു, ഈ കിട്ടുന്നതൊക്കെ ഞാൻ കഴിച്ചു. അപ്പോൾ അതങ്ങനെ എനിക്ക് ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. 35 വർഷമായ അലർജി രോഗം കർത്താവ് ഈ സഹോദരിയിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റി അനുഗ്രഹിച്ചു. എഴുന്നേറ്റ് നിന്ന് കൈയെടുത്ത് കർത്താവിന് മാത്രം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.